ദുബായ് എയർപോർട്ടിലേക്ക് ജോബ് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇതൊരു മികച്ച അവസരമാണ്. ആരെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ദുബായ് ഡ്യൂട്ടി ഫ്രീയിലേക്ക് ഏറ്റവും പുതിയ ഒഴിവുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം 31-ാം തീയതി വരെയാണ് അവസാന തീയതി എന്ന് പറയുന്നത്. അതിനു മുമ്പായിട്ട് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും വേഗം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. വന്നിരിക്കുന്നത് ഏതൊക്കെ കാറ്റഗറിയിലേക്കാണെന്നുള്ളത് പറഞ്ഞുതരാം. കസ്റ്റമർ സർവീസ്, അതേപോലെ തന്നെ റീറ്റെയിൽ, ലോജിസ്റ്റിക്, അതേപോലെ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള വേക്കൻസികളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ജോബിന് അപ്ലൈ ചെയ്യാനുള്ള ദുബായ് എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീയുടെ ആപ്ലിക്കേഷൻ ഫോം വേണ്ട ആളുകൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നിട്ട് വീഡിയോക്ക് താഴെ ആപ്ലിക്കേഷൻ ഫോം എന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ DM-ലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ അയച്ചിരുന്നതായിരിക്കും. ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സ്കൂളിംഗ് സർട്ടിഫിക്കറ്റും അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. നിങ്ങൾ ഗൂഗിൾ എടുത്തുകൊണ്ട് gluejob.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ദുബായ് ഡ്യൂട്ടി ഫ്രീ കരിയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന വാക്കൻസികൾ, അതിന്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ടു അപ്ലൈ സെക്ഷൻ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അവരുടെ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോബിന് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളുടെ ജോബ് അന്വേഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അതേപോലെ തന്നെ വിസിറ്റ് വിസയിൽ വന്നിട്ട് UAE ജോബ് അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് ജോബ് കിട്ടുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞത്.